തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. കാർഷിക, വിദ്യാഭ്യാസ, സാമൂഹ്യ ക്ഷേമ മേഖലകൾക്ക് മുൻഗണന നൽകി 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 4ാമത്തേതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തേതുമായ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 234.11 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 222.21 കോടി രൂപ ചെലവും 11.99 കോടി മിച്ചവും കണക്കാക്കുന്നു. വരവിൽ വികസന ഫണ്ട് 11.22 കോടിയും, നഗരസഞ്ചയ പദ്ധതിയിൽ 34.94 കോടിയും, മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ 37.79 കോടിയും, സംസ്ഥാനാവിഷ്കൃത ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും 50 ലക്ഷം വീതവും തനത് ഫണ്ടായി 47.41 ലക്ഷം രൂപയുമാണ് കണക്കാക്കിയത്. ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ലഭിക്കുന്ന പദ്ധതികളാണ് ബജറ്റിൻ്റെ പ്രത്യേകത. കാർഷിക മേഖലയുടെ നിലവിലുള്ള അവസ്ഥ വിശകലനം ചെയ്തും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ സാധ്യതകളും വിപണന സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന വിധത്തിലുമുള്ള പദ്ധതികളാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയുടെ ആധുനിക വൽക്കരണത്തിനുമാണ് ലക്ഷ്യമിടുന്നത്. ഉൽപാദന മേഖലയ്ക്ക് 15 കോടി, മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും പരിപോഷിപ്പിക്കുന്നതിന് 2.5 കോടി, മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് 2.5 കോടി, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് 6 കോടി, വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് 20 കോടി, വനിതാ ശാക്തീകരണത്തിന് 10 കോടി, ബാലസൗഹൃദ ജില്ലാ പദ്ധതിക്കായി 50 ലക്ഷം, ഭിന്നശേഷി സൗഹൃദ ജില്ലാ പദ്ധതിക്കായി 10 കോടി, സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി 5 കോടി, വയോജന ക്ഷേമ പദ്ധതികൾക്കായി 5 കോടി, മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 8 കോടി, ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് 50 ലക്ഷം തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന വകയിരുത്തലുകൾ. വരുമാനവും ഫോറവും ശൂന്യമായ ആസ്തിയുടെ കെട്ടിട വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനമാണ് ചെറിയ വരുമാനമായി കാണുന്നത്. കാറ്റഗറി എ ഫണ്ട് 25-26 സാമ്പത്തിക വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ നിയമസഭ ബഡ്ജറ്റിന്റെ NSGD ബജറ്റ് ജില്ലാ പഞ്ചായത്തിന് വികസന ഫണ്ടായി വകയിരുത്തിയിട്ടുള്ള തുകയാണ് കാറ്റഗറി എ ഫണ്ട്. ഇത് പ്രകാരം ജനറൽ വിഭാഗത്തിന് 63 കോടി 57,17,000 രൂപയും, പ്രത്യേക ഘടക പദ്ധതി പട്ടികജാതി വിഭാഗത്തിന് 24 കോടി 89,80,000 രൂപയും, പട്ടികവർഗ ഉപ പദ്ധതി ഇനത്തിൽ 1 കോടി 89,32,000 രൂപയും ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 2025-26 വർഷത്തെ ലഭ്യമാകുന്ന പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ബേസിക് 9 കോടി 3,74,000 രൂപയും, ട്രേഡ് ഫണ്ട് ഗ്രാന്റിന്റെ ഇനത്തിൽ 13 കോടി 55,61,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗര സഞ്ചയം ഗ്രാന്റ് ഇനത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ 34 കോടി 94,59,000 രൂപയും ലഭ്യമാകും പ്രതീക്ഷിക്കുന്നു. കാറ്റഗറി ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയും നിർവ്വഹണം നടത്തുകയും ചെയ്യുന്ന വിവിധ പദ്ധതികൾക്കായി അനുഭവിക്കുന്ന സംസ്ഥാനകൃത പദ്ധതികൾക്കുള്ള ഫണ്ടാണ് കാറ്റഗറി ബി ഫണ്ട്. ഈ തുക വിനിയോഗിക്കുന്നതും പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള പ്രാദേശിക ഭരണകൂടമാണെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ഇതിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുഖേന നിർവ്വഹണം നടത്തി വിതരണം ചെയ്യുന്ന ഓർഫനേജ് ഗ്രാന്റായി സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും 50 ലക്ഷം രൂപ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ആസ്തികൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന് പുനരുദ്ധരിപ്പിക്കുന്നതിനുമായി ലഭ്യമാകുന്ന മെയിൻ്റനൻസ് ഗ്രാന്റാണ് കാറ്റഗറി സി ഫണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ അതിനായി പ്രത്യേക തുക വകയിരുത്തുന്നു. ജില്ലാ പഞ്ചായത്ത് കീഴിലുള്ള ആസ്തികൾ, സ്കൂളുകൾ, റോഡുകൾ തുടങ്ങിയവ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും ഈ ഫണ്ട് വിനിയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ 783 കിലോമീറ്റർ റോഡ് ആസ്തിയാണുള്ളത്.
എന്നാൽ നിലവിൽ 2025-26 ബജറ്റ് വിഹിതമായി റോഡുകളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഈ വർഷം ലഭ്യമായത് 46,100,000 രൂപയാണ് നീക്കി വെച്ചിട്ടുണ്ട്. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടിതര ആസ്തികളുടെ പരിപാലനത്തിനായി 57,33,63,000 രൂപ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാറ്റഗറി ഡി ഫണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്ക് നടത്തിപ്പിനുമായി അനുഭവിക്കുന്ന പ്രത്യേക തുകയാണ് ജനറൽ പർപ്പസ് ഗ്രാന്റ്. ജീവനക്കാരുടെ ശമ്പളം, ഓണറേറിയ, മറ്റു ഭരണ ചെലവുകൾ, ദൈനംദിന ചെലവുകൾ തുടങ്ങിയവയിൽ ലഭിക്കുന്ന ഈ ഫണ്ടാണ് കാറ്റഗറി ഡി ഫണ്ട്. 6,86,97,000 രൂപയാണ് ഈ ഇനത്തിൽ ലഭ്യമാകുന്നത്. കാറ്റഗറി ഇ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹസീബ്, എൻ.എ. കരീം, ആലിപ്പറ്റ ജമീല, നസീബ ആസീസ്, അംഗങ്ങളായ അഡ്വക്കേറ്റ് പി.വി. മനാഫ്, കെ.ടി. അഷ്റഫ്, ഫൈസൽ എടശ്ശേരി, അഡ്വക്കേറ്റ് പി.പി. മോഹൻദാസ്, വി.കെ.എം. ഷാഫി, ഇ. അഫ്സൽ, അഡ്വക്കേറ്റ് ഷെറോണ സാറ റോയ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.